ഹലോ മക്കളെ, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ഷോർട്ട് നോട്ട് റിവിഷനാണ് ഈ വീഡിയോയിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. സോ അവസാനം വരെയും കാണാം. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളൊരു 5 ഫ്രണ്ട്സിനെങ്കിലും എന്ത് ചെയ്യാം, മിനിമം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിലേക്ക് കിടക്കാം. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് 2 പേജസിൽ ആ ചാപ്റ്റർ മൊത്തം നമുക്ക് പഠിച്ചെടുക്കാം. വാ, ആദ്യം പഠിക്കാനുള്ളത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ ആണ്. അപവർത്തന നിയമങ്ങൾ. ഫസ്റ്റ് നിയമം എന്താണ് മക്കളെ? സൈൻ ഐ ബൈ സൈൻ ആർ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലൈറ്റ് എന്താണ്? റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് ഒരു മാധ്യമത്തിൽ നിന്ന് വേറെ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നു. ഇത് ഇൻസിഡന്റ് റേയും ഇത് നോർമലും ഇടയിൽ കിടക്കുന്ന ആംഗിൾ എന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. റിഫ്രാക്റ്റഡ് റേ അപവർത്തന രശ്മി നോർമലും ഇടയിൽ കിടക്കുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്, അപവർത്തന കോണാണ്. രണ്ടും സെയിം ആയിരിക്കുമോ? ഒരിക്കലും ആവില്ല, രണ്ടും സെയിം ആയിരിക്കത്തില്ല. എന്നാൽ ഒരു നിയമമുണ്ട്. നിയമം എന്താണ്? സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതെല്ലാം കൂടി പോയി എങ്ങനെ ശരിയാവുക? അവിടെ നിന്ന് വിൽ ബി കോൺസ്റ്റന്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സെറ്റാണ്. പ്രതിപതന കോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകളുടെ അനുപാത വില, സൈനിൻ്റെ അനുപാത വില റേഷ്യോ ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് ലോ ഓഫ് റിഫ്രാക്ഷൻ. ഈ ലോ ഓഫ് റിഫ്രാക്ഷൻ ഒരു പേരുണ്ട്. എന്താ പേര്? സ്നെല്ലിൻ്റെ നിയമം അഥവാ സ്നെൽസ് ലോ. സ്നെൽസ് ലോ എന്നാണ് ഇതിൻ്റെ പേര്. എഴുതുന്നത് കാണുന്നുണ്ടോ? കാണുന്നില്ല സാർ, വായിച്ചു തരാം. എന്നൊരു വായിച്ചു. സ്നെൽസ് ലോ. അപ്പോൾ സ്നെൽസ് ലോ ചോദിച്ചാൽ ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. രണ്ടാമത്തെ നിയമം വളരെ സിമ്പിളാണ്. ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. ഇൻസിഡന്റ് റേ പ്രതിപതന രശ്മി, പതന രശ്മി, റിഫ്രാക്റ്റഡ് റേ അപവർത്തന രശ്മി, പിന്നെ ലംബവും ഒരേ തരത്തിലായിരിക്കും. മറ്റിടത്തുള്ള അതേ ലോ തന്നെ റിഫ്ലക്റ്റഡ് റേക്ക് വേറെ റിഫ്രാക്റ്റഡ് ആക്കിയാൽ മതി, വേറെ വ്യത്യാസമൊന്നുമില്ല. ക്ലിയർ ആണ്? അപ്പോൾ ലോസ് ഓഫ് റിഫ്രാക്ഷൻ എക്സാമിൽ ചോദിക്കും, എപ്പോഴും ചോദിക്കുന്ന ഈ സ്നെൽസ് ലോ ആണ്. അപ്പോൾ എഴുതി വെക്കുക, ദി റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി കോൺസ്റ്റന്റ്. അത്ര എഴുതി വെച്ചാൽ മതി. ഓക്കെ, അത് റെഡി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ബെൻഡ് ചെയ്യുമ്പോഴുള്ള റൂൾസ് ആണ്. വളരെ സിമ്പിളാണ് മക്കളെ. ഇത്രയുള്ള സംഭവം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരു മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ലൈറ്റ് പ്രവേശിക്കുമ്പോൾ എവിടേക്ക് ബെൻഡ് ചെയ്യും മക്കളെ? ഇവന് കുറവാണല്ലേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ അവൻ്റെ നോർമലിലേക്ക് പിടിച്ച് വലിക്കാനുള്ള കെൽപ്പില്ല, കഴിവില്ല. അപ്പോൾ അവൻ പറയും, നീ എവേ ഫ്രം നോർമൽ പോയിക്കോളാൻ പറയും. ദാറ്റ് ഈസ് ബെൻസ് എവേ ഫ്രം നോർമൽ. ലംബത്തിൽ നിന്ന് അകലും. എപ്പോൾ? രണ്ടാമത്തെ മീഡിയത്തിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാകുമ്പോൾ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാകുമ്പോൾ. എന്നാൽ രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മറ്റവനെ അപേക്ഷിച്ച് കൂടുതലാകുമ്പോഴോ ടുവേർഡ്സ് നോർമൽ ബെൻഡ് ചെയ്യും. അതായത് നേരത്തെ എവേ ഫ്രം നോർമൽ എന്ന് പറയാൻ കാരണം എന്നാൽ ലൈറ്റ് ഇങ്ങനെ പോകേണ്ട ലൈറ്റ് നോർമലിൻ്റെ അടുത്തേക്കല്ല പോയത്, നോർമലിൽ നിന്ന് അകന്നാണ് പോയത്, അപ്പുറത്തേക്കാണ് പോയത്. ഇവിടെ അങ്ങനെയല്ല, ഇങ്ങനെ പോകേണ്ട ലൈറ്റ് നോർമലിനോട് അടുക്കുകയാണ് ചെയ്യുന്നത്. സോ ടുവേർഡ്സ് നോർമൽ. അത് എപ്പോഴാണ് സംഭവിക്കുക? രണ്ടാമത്തെ മാധ്യമത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാവുമ്പോൾ. രണ്ടാമത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാകുമ്പോൾ ഇത് ഏത് ആംഗിളാണ് വലുത്? നോക്കി പറഞ്ഞേ. രണ്ടാമത്തെ കുറവാകുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിരിക്കും വലുത്. രണ്ടാമത്തെ കൂടുതലാകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതിൽ ഏത് ആംഗിളാണ് വലുത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിരിക്കും വലുത്. ഓർത്ത് വെച്ചോട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്ത് വെക്കണമെന്നില്ല, ഡയഗ്രാം മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് അത് ചോദിക്കുകയാണെങ്കിൽ ഡയഗ്രാം വരച്ചിട്ട് നോക്കുക, കണ്ണു തുറന്ന് നോക്കുക, ഇതാണോ വലുത്. അത്രേ ഉള്ളൂ സംഭവം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ സർ, മനസ്സിലായി. ഇനി ഫോർമുല. ഈ ചാപ്റ്ററിലും ഫോർമുലയുണ്ട്. ഫോർമുല ഫസ്റ്റ് ഫോർമുല, ഈ ഫോർമുല. ഏത് ഫോർമുല സാർ? ദി ഫോർമുല. ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻക്രീസസ് സ്പീഡ് ഓഫ് ലൈറ്റ് ഡിക്രീസ്. ഇത് ഓർത്ത് വെക്കണം. മാധ്യമത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം ആ മാധ്യമത്തിൽ ലൈറ്റിൻ്റെ സ്പീഡ്, വി എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ സ്പീഡാണ്, അത്രത്തോളം കുറവായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രത്തോളം കുറവാണോ അത്രത്തോളം ലൈറ്റിൻ്റെ സ്പീഡ് ആ മാധ്യമത്തിന് കൂടുതലായിരിക്കും. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയും ആ മാധ്യമത്തിന് ലൈറ്റിൻ്റെ സ്പീഡിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. N=C/V. ആരാണ് സാർ സി എന്ന് പറഞ്ഞാൽ? സി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരസംഖ്യയാണ്. ഇറ്റ് ഇസ് 3 × 10⁸ m/s. ബാക്കിൽ വരുന്ന സാധനമൊക്കെ ഡിസപ്പിയർ, മായട്ടെ. പകുതി മാഞ്ഞു, ബാക്കി മായട്ടെ. മാജിക് ചെയ്യാം.
ഈ 3 × 10⁻⁸ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. പക്ഷേ എവിടുത്തെ സ്പീഡ് ഓഫ് ലൈറ്റ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. വി എന്ന് പറഞ്ഞാൽ ഏത് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ നിങ്ങൾ കണക്കാക്കുന്നത് അവനിലുള്ള ലൈറ്റിന്റെ സ്പീഡ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. ഇനി വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. 2 മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കമ്പയർ ചെയ്തിട്ട് രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ ആദ്യത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ മീഡിയത്തിലെ ലൈറ്റിന്റെ സ്പീഡ് ഡിവൈഡ് ബൈ രണ്ടാമത്തെ മീഡിയത്തിലെ ലൈറ്റിന്റെ സ്പീഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, 2 2 1 1 അല്ല, 2 1 1 2 നേരെ തിരിച്ചാൽ വരും. ഇവിടെ 2 വന്നാൽ അവിടെ 1 വരും, ഇവിടെ 1 വന്നാൽ അവിടെ 2 വരും. അങ്ങനെ ആയിരിക്കും ഉണ്ടാവും. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പഠിപ്പിച്ചു തരും. പക്ഷേ ഈ ഫോർമുല തല കയറ്റുക. ഇതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ആപേക്ഷിക അപവർത്തനാങ്കം. വെറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ വിളിക്കുന്ന പേരാണ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതിന് ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം കുറച്ച് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. കേവല അപവർത്തനാങ്കം. ഇപ്പോൾ റിലേറ്റീവും ഉണ്ട്, ആബ്സല്യൂട്ടും ഉണ്ട്. ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ കേവല അപവർത്തനാങ്കം, ജസ്റ്റ് ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ കമ്പയർ ചെയ്തിട്ടുള്ള ഫോർമുല. രണ്ടിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും, ഡോണ്ട് വറി. ജസ്റ്റ് തിയറി മനസ്സിലാക്കി വെക്കുക, ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാനുള്ളത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. എന്താണ് മക്കളെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ? ഇത്ര ഉള്ള സംഭവം. ലൈറ്റ് ശ്രദ്ധിക്കുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ ഒരു മാധ്യമത്തിലേക്ക് ലൈറ്റ് പോകുമ്പോൾ ഒരു പ്രത്യേക ആംഗിളിൽ നിങ്ങൾ കടത്തി വിട്ടാൽ ലൈറ്റ് രണ്ടിൻ്റെ ഇടയിൽ കൂടെ പോകും. ഇങ്ങനെയല്ല, കൃത്യം രണ്ടിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോകും. ആ സന്ദർഭത്തിലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയായിരിക്കും? റിഫ്രാക്റ്റഡ് റേ നോർമൽ ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അപവർത്തന കോൺ 90 ഡിഗ്രി. ആ 90 ഡിഗ്രി ആണോ ക്രിട്ടിക്കൽ ആംഗിൾ? അല്ല. 90 ഡിഗ്രി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരുന്ന സന്ദർഭത്തിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇല്ലേ, എന്തോ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ കടത്തി വിട്ടപ്പോഴാണല്ലോ സംഭവിച്ചത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രിട്ടിക്കൽ ആംഗിൾ. വെൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് 90 ഡിഗ്രി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായിരിക്കും? ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി വരുന്ന സന്ദർഭത്തിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രിട്ടിക്കൽ ആംഗിൾ വിളിക്കുക. അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയായിരിക്കും? വല്ല 48 ഡിഗ്രിയോ 39 ഡിഗ്രിയോ 45 ഡിഗ്രിയോ, അത് ഓരോ മീഡിയത്തിനും ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ഒരു നമ്പേഴ്സ് ആയിരിക്കും. അല്ലാണ്ട് 90 ഡിഗ്രി അല്ല. 90 ഡിഗ്രി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, അത്രയും മനസ്സിലായി. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പൂർണ്ണാന്തര പ്രതിപതനം. ഒന്നുമില്ല, നിങ്ങൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ത് ചെയ്യുക? ക്രിട്ടിക്കൽ ആംഗിളിൽ അങ്ങനെ കൂട്ടുക. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്രിട്ടിക്കൽ ആംഗിളിൽ അങ്ങോട്ട് കൂട്ടുക. ക്രിട്ടിക്കൽ ആംഗിൾ 50 ഡിഗ്രി ആണ്, നിങ്ങൾ 60 ഡിഗ്രിയിൽ പറപ്പിച്ചു വിടുക. അപ്പോൾ ലൈറ്റ് എന്ത് സംഭവിക്കുന്ന അറിയോ? ലൈറ്റ് അപ്പുറത്തേക്ക് എത്തില്ല, രണ്ടാമത്തെ മീഡിയത്തിലേക്ക് എത്തില്ല, റിഫ്രാക്ഷൻ സംഭവിക്കില്ല. മൊത്തം ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് വരും, അതേ മാധ്യമത്തിലേക്ക് റിഫ്ലക്ട് ചെയ്ത് വരും. ഇതിനെയാണ് നമ്മൾ വിളിക്കുക ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പൂർണ്ണമായിട്ട് ആന്തര പ്രതിഫലനം നടക്കുന്നു, ടോട്ടലായിട്ട് ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു, അപ്പുറത്തേക്ക് ലൈറ്റ് എത്തുന്നില്ല. അപ്പോൾ ഇഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, ലൈറ്റ് വിൽ ഗെറ്റ് ടോട്ടലി റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം മീഡിയം. അതേ മീഡിയത്തിലേക്ക് ടോട്ടലായിട്ട് റിഫ്ലക്ട് ചെയ്യപ്പെടും. ദിസ് ഈസ് കോൾഡ് TIR. ഇതിനെയാണ് നമ്മൾ TIR എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഇതിന് ഡെഫിനേഷൻ ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ ഇത് എഴുതി വെക്കാം, ഇത് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് എഴുതി വെച്ചാൽ കൂടുതൽ നല്ലതായിരിക്കും. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? വെൻ ലൈറ്റ് മൂവ്സ് ഫ്രം ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു അങ്ങനെയല്ല. ലൈറ്റ് മൂവ്സ് ഫ്രം മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ടു മീഡിയം ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എഴുതി വെക്കുകയാണ് കൂടുതൽ നല്ലത്. പക്ഷേ ഇത് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും, നിങ്ങളുടെ ചോയ്സ്. നിങ്ങൾക്ക് ഏതാണോ ഇനിയിപ്പോൾ അവസാനമായി, അപ്പം അത് ഓൾറെഡി പഠിച്ചവരാണ് അത് എഴുതി വെച്ചാൽ, ഒന്നും പഠിക്കാത്തവരാണ് ഇത് എഴുതി വെച്ചോ. ഇതാണ് സിമ്പിൾ. ഓക്കെ, രണ്ടിനും മാർക്ക് കിട്ടും. ഓക്കെ, റെഡി. അപ്പം ഇതിലൊരു കണ്ടീഷനും കൂടി ഉണ്ട് മക്കളെ. ഈ TIR നടക്കാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തുണ്ടാവണം? ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലാവണമെന്ന് മാത്രമല്ല, വേറൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മാധ്യമത്തിൽ നിന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മാധ്യമത്തിലേക്ക് തന്നെ പോകണം. അപ്പം മാത്രമേ ഈ ഐറ്റം നടക്കുകയുള്ളൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ മാത്രമേ ഈ ഐറ്റം നടക്കുകയുള്ളൂ, അല്ലാത്തപ്പോൾ ഈ ഐറ്റം നടക്കില്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. സെറ്റാണ്, ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ TIR ക്രിട്ടിക്കൽ ആംഗിൾ. വേറെ കൂടുതൽ പഠിക്കാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം. ലെൻസുകളെ പറ്റി എന്താണുള്ളത്?
2 ടൈപ്പ് ലെൻസ് ആണ് പഠിക്കാനുള്ളത്. ഇവൻ ആരാണ്? കോൺവെക്സ് ആണ്. ഈ കേവ് പോലത്തെ ഉള്ളവനാണ് കോൺകേവ് ആണ്. കോൺകേവ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്ത് കോൺവെക്സ് മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും എന്താണെങ്കിലും ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസ് ആണെങ്കിലും മിറർ ആണെങ്കിലും എന്താണെങ്കിലും ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. അത്ര ഒറ്റ കാര്യം ഓർത്ത് വെച്ചാൽ അത് വേറെ ഒന്നും നിങ്ങൾ ലെൻസുകളെ പറ്റി ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എന്താണ് ഇവരുടെ ഇമേജ് ഫോർമേഷൻ പഠിക്കാം. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞത് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ പരീക്ഷയിൽ ചോദിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ ഫുൾ പഠിപ്പിച്ചു തന്നു. 8 കേസും പഠിപ്പിച്ചു തന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻസ് അടക്കം പഠിപ്പിച്ചു തന്നു. പരീക്ഷയിൽ അങ്ങനെ ചോദിക്കാറില്ലാത്തതുപോലും പഠിച്ചു. ഇത് എക്സാമിൽ ചോദിച്ചിരിക്കും. നിങ്ങളുടെ മറ്റന്നാൾ നടക്കാൻ പോകുന്ന പരീക്ഷയിൽ ലെൻസ് എന്നൊരു ചോദ്യം ഉറപ്പാണ്. മിററിന്ന് ചോദിക്കില്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ ലെൻസിൽ റേ ഡയഗ്രാം ചോദിച്ചിരിക്കും. അപ്പോൾ ഒരു 8 കേസ് ഇവിടുന്ന് പഠിച്ചു വെച്ചാൽ ആ 3 നിങ്ങൾ വിചാരിക്കും സാർ 1 മാർക്കിനാണോ? അല്ല, 3ഓ 4ഓ മാർക്കിന്. കാരണം വരയ്ക്കാൻ മാത്രമല്ല, അതിൻ്റെ നേച്ചർ പറയാൻ പറയും. പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കും അവർ, എന്തെങ്കിലും വെറുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് വേണം? നമുക്ക് ചോദ്യങ്ങൾ ചെയ്യണ്ടേ, ഫോർമേഷൻ പഠിക്കണ്ടേ? ഒരു ബുക്കും പെന്നെ എടുക്കുക, നോക്കിക്കാണ്ട് ബുക്കും പെന്നെ എടുക്കുക, പണി തുടങ്ങാം. കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് ആവാം. ആദ്യം ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കുക. ലെൻസിൻ്റെ കേസിൽ നടുവിൽ പി ഉണ്ട്, പക്ഷേ പീൻ്റെ പേരെന്താ? പോള് നല്ല ഒപ്റ്റിക് സെൻറ്റർ എന്നാണ്. ലെൻസിൻ്റെ മിഡ് പോയിന്റ് പോളല്ല ഒപ്റ്റിക് സെൻറ്റർ. മിററിൻ്റെ കേസിൽ പോള്, പക്ഷേ പി നമ്മൾ എഴുതും. അപ്പുറത്തും ഇപ്പുറത്ത് എഫ് വരയ്ക്കുക, അപ്പുറത്തും ഇപ്പുറത്ത് 2F വരയ്ക്കുക. ഈ ഡിസ്റ്റൻസ് എല്ലാ ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം. വരച്ചോ, ഒരെണ്ണം കൊണ്ട് വരച്ചോ. വരച്ചിട്ട് ഒരു ആർട്ടിമോജി ഇടുക. വരച്ചിട്ടു ആർട്ടിമോജി ഇടുക. ഓക്കെ, പണി തുടങ്ങാം. ഫസ്റ്റ് റേ പാരലൈൽ പിടിക്കുക. ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ റേ എന്തായിരിക്കും? പാരലായിരിക്കും. ഒരു പാരലൽ റേ എടുക്കുക, വേറൊരു പാരലൽ റേയും കൂടെ എടുക്കുക. പാരലൽ റേ എങ്ങോട്ട് പോകും? ഫോക്കസിലേക്ക് പോകും. അതുപോലെ തന്നെ മറ്റിടത്തുള്ള പോലെ തന്നെ കോൺകേവ് മിററിൽ എടുത്ത പോലെ തന്നെയാണ് കോൺവെക്സ് ലെൻസിൻ്റെ കേസ്. ബൈ ദ വേ ദിസ് ഈസ് കോൺവെക്സ് ലെൻസ് ട്ടാ. കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ ഇമേജ് എവിടെ ഉണ്ടാവുക? ഇവിടെ ആയിരിക്കും ഇമേജ് ഉണ്ടാവുക, ഫോക്കസിൽ. അപ്പോൾ ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഫോക്കസിൽ ഉണ്ടാവും. റിയൽ ഇമേജ് ആണോ? റിയൽ ഇമേജ് ആണ്. റേസ് ആക്ച്വലി മീറ്റ് ചെയ്യുന്നുണ്ട്, റിയൽ ഇമേജ് ആണ്. അപ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി, മിറർ ആയിരുന്നെങ്കിൽ റിയൽ ഇമേജ് ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക. ലെൻസ് ആവുമ്പോൾ റിയൽ ഇമേജ് റൈറ്റിലാണ് ഉണ്ടാവുക എന്നുള്ള ഓർത്തുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണേ. പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പം മിററിൽ റിയൽ എന്ന് കേട്ടാൽ നിങ്ങൾ ലെഫ്റ്റിലാണ് ഇമേജ് വരച്ചത്, എന്നിട്ട് ഇമേജ് ഡിസ്റ്റൻസ് എടുത്തപ്പോൾ നെഗറ്റീവ് കിട്ടി. പക്ഷെ ലെൻസ് ആവുമ്പോൾ റിയൽ എന്ന് കേട്ടാൽ റൈറ്റിൽ എടുക്കണം. റിയൽ ആണ് റൈറ്റ്. ഓക്കെ, റെഡി? ഇക്വേഷൻ ഓഫ് മിററും ലെൻസിൻ്റെ ഒക്കെ പറയാലോ, എല്ലാം കൂടി ഒരുമിച്ച് പറയാലോ. എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. ഇത്രയും പറയുന്നത് എനിക്ക് ഇപ്പം അതുകൂടി പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത പിടിക്കുക ബിയോണ്ട് 2F. മക്കളെ, ബിയോണ്ട് സി എന്ന് പറയുന്ന പോലെ ബിയോണ്ട് 2F. ഇവിടെ 2Fന് വരെ സി ആണെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. 2Fന് ഇപ്പുറം വെച്ച് വെച്ചാൽ വീണ്ടും എന്താണ്? റേ ഡയഗ്രാം വരയ്ക്കുക. പാരലൈറ്റ് ഇടുക. പാരലൈറ്റുള്ളവൻ ഫോക്കസിലൂടെ പോട്ടെ. ഓക്കെ, രണ്ടാമത്തെ റേ എവിടേക്ക് എടുക്കുന്നു? ഫോക്കസിലേക്ക് എടുക്കരുത്. രണ്ടാമത്തെ റേ ലെൻസിന്റെ കേസിൽ ഏറ്റവും സിമ്പിൾ എന്താ പറയുക മക്കളെ? ഒപ്റ്റിക് സെന്ററിലേക്ക് എടുക്കുക, പിയിലേക്ക് എടുക്കുക. പി എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക് സെന്റർ ആണേ. പി എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക് സെന്റർ ആണ്, പോളല്ല. ഒപ്റ്റിക് സെന്ററിലേക്ക് എടുത്താൽ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കരുത്, നേരെ പോയിക്കോളൂ. സാർ നേരെ പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അതായത് ഒപ്റ്റിക് സെന്റർ അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. നേരെ വരച്ചു വെക്കുക, സ്ട്രെയിറ്റ് ലൈൻ, അത്രേ ഉള്ളൂ. നോ ഡീവിയേഷൻ. രണ്ടുപേരും കൂടെ എവിടെയാണ് മീറ്റ് ചെയ്യുക? രണ്ടുപേരും കൂടി ഇവിടെയാണ് മീറ്റ് ചെയ്യുക. അവിടെ ആയിരിക്കും ഇമേജ് ഉണ്ടാവുക. ബിറ്റ്വീൻ എഫ് ആൻഡ് 2F ഒരു ചെറിയ ഇമേജ് ഉണ്ടാവും, അത്രേ ഉള്ളൂ സംഭവം. ചെറിയ ഇമേജ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2F. കഴിഞ്ഞു, ഖത്തം. കിട്ടി. റിയൽ ഇമേജ് ആണോ? എല്ലാം റിയൽ ഇമേജ് ആണ്. റിയൽ. അടുത്ത കേസ് പഠിക്കുക. 2Fൽ വെക്കുക. 2Fൽ മക്കളെ പ്രഡിക്റ്റ് ചെയ്യുക. 2Fൽ വെച്ചാൽ എവിടെ വരിക? 2Fൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഇമേജ് വരിക? പറയൂ. 2Fൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെ വരും? പറയൂ. സെൻറ്ററിൽ കോൺകേവ് മിററിൽ സെൻറ്ററിൽ വെച്ച് സെൻറ്ററിലായി വരിക. അതുപോലെ 2Fൽ വെച്ച് 2Fൽ തന്നെ വരും, അത്രേ ഉള്ളൂ. അത് ബോധം നേരത്തെ ഉണ്ടാവണം, എന്നാലേ വരയ്ക്കുമ്പോൾ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. ആ ബോധം നേരത്തെ ഉണ്ടായിക്കോട്ടെ. അങ്ങനെ വരയ്ക്കുമ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. എപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്, പക്ഷേ പരീക്ഷ പേപ്പറിൽ പെട്ടെന്ന് വരയ്ക്കല്ലേ, ചിലപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. നേരെ പിയിലേക്ക് എടുക്കുക. പിയിലേക്ക് എടുക്കുമ്പോൾ കറക്റ്റാണ്, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല എന്നെങ്കിൽ തോന്നുന്നു. യെസ്, നോ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. 2Fൽ തന്നെ കിട്ടി. പാരലൈറ്റ് എടുക്കുന്നു, ഫോക്കസിലൂടെ പോകുന്നു. ഒപ്റ്റിക് സെൻറ്ററിലേക്ക് എടുക്കുന്നു, നേരെ പോകുന്നു. കഴിഞ്ഞു.
അപ്പോൾ ലെൻസിൻ്റെ റേ ഡയഗ്രാം ആക്ച്വലി ഈസിയാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അവർ റേ ഡയഗ്രാം കുറേ എന്താണ് ചോദിക്കാത്തത്. മിറർ കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. ലെൻസ് സിമ്പിളാണ്. ഒപ്റ്റിക് സെൻറ്ററിൽ എടുത്താൽ നേരെ പോയിക്കോളും. നെക്സ്റ്റ് കേസ് എവിടെയാണ് മക്കളെ? എഫിനും 2F-ൻ്റെ എഫിൻ്റെ ഇടയിൽ പിടിക്കുക. അയ്യേ സാർ ഇത് സിമ്പിളാണല്ലോ, ഭയങ്കര സിമ്പിളല്ലേ. ഫോക്കസിലേക്ക് എടുക്കുക, ഫോക്കസിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ ഫോക്കസിലേക്കല്ല പാരലൈറ്റ് എടുക്കുക. അപ്പോൾ ഫോക്കസിലൂടെ പോവും. സാർ നെക്സ്റ്റ് എന്ത് ചെയ്യുക? ഒപ്റ്റിക് സെൻറ്ററിലേക്ക് എടുക്കുക, പിയിലേക്ക് എടുക്കുക. പിയിലേക്ക് എടുത്താൽ ഒന്നും സംഭവിക്കുക, നേരെ പോയിക്കൊണ്ട് രണ്ടുപേരും കൂടെ അവിടെ പോയി മീറ്റ് ചെയ്യും. സാർ ഇവിടെ മീറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ബിയോണ്ട് 2F-ലായിരിക്കും ഇമേജ് ഉണ്ടാവുക. അത്രേ ഉള്ളൂ സംഭവം. ബിയോണ്ട് 2F ഇവിടെ കുച്ചു വലിയ ലാർജ് ഇമേജ്. അത്രേ ഉള്ളൂ സംഭവം. ലാർജ് ഇമേജ് ഉണ്ടാവും. സിമ്പിൾ സിമ്പിൾ ഡിമ്പിൾ. തീർന്നില്ലേ? കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. 2 കേസും കൂടെ ഉണ്ട്. ബാ എഫിൻ്റെയും 2F-ൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞു. ഇനി എഫിൽ കൊണ്ടുപോയി വെക്കുക. എഫിൽ കൊണ്ടുപോയി വെക്കാം. എഫിൽ കൊണ്ടുപോയി വെച്ചാൽ സംഭവിക്കുക, ഇൻഫിനിറ്റിന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിൽ വരും. എഫിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഓർത്ത് വെച്ചു, കോൺകേവ് മിറർ ആയിക്കോട്ടെ, കോൺവെക്സ് ലെൻസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റിൽ എഫിൽ ഇമേജ് വരും, എഫിലാണ് ഒബ്ജക്റ്റിൽ ഇൻഫിനിറ്റിയിൽ ഇമേജ് വരും. ആ ബോധം നേരത്തെ ഉണ്ടാവണം. അതുണ്ടെങ്കിൽ പണി എളുപ്പമാണ്. ഓക്കെ, എഫ് വെച്ചു. ഫസ്റ്റ് റേ പാരലൈറ്റ് എടുക്കുക. പാരലൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് വരും. ഫോക്കസിലൂടെ തിരിച്ചു പോകും. പോട്ടെ, ഫോക്കസിലൂടെ പറപ്പിച്ചിട്ടോളൂ. രണ്ടാമത്തെ റേ നേരെ ഒപ്റ്റിക് സെൻറ്ററിലേക്ക് എടുക്കുക. ഒന്നും സംഭവിക്കില്ല. പാരലൈറ്റ് വരയ്ക്കുക. കാരണം അവസാനം ഇൻഫിനിറ്റിയിൽ വരണം. യെസ്, നമ്മൾ വലിയ ഉടായ്പ കളിക്കാണ്ട് തന്നെ എന്താണ് അവസാനം ഇൻഫിനിറ്റി തന്നെ വരുന്നു. ദാറ്റ് ഈസ് ഫോക്കസിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇൻഫിനിറ്റിയിലായിരിക്കും ഇമേജ് ഉണ്ടാവുക. 5 കേസും കഴിഞ്ഞു. ഇനി ഒരൊറ്റ കേസേ ബാക്കിയുള്ളൂ, എഫിനും പിൻ്റെ ഇടയിൽ. അതൊരു സ്പെഷ്യൽ കേസാണ്. കോൺകേവ് മിററിനും അതൊരു സ്പെഷ്യൽ കേസായിരുന്നു. കോൺവെക്സ് ലെൻസിനും ഒരു സ്പെഷ്യൽ കേസാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ള ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം ഇതുവരെ റിയൽ ആയിരുന്നേ, ഓർത്ത് വെച്ചോട്ടോ. ഇനി വരയ്ക്കാൻ പോകുന്ന റിയൽ ആണോ അല്ലയോ എന്ന് നിങ്ങൾ പറ. റിയൽ ഇമേജ് ആണോ, യഥാർത്ഥ ഇമേജ് ആണോ അല്ലയോ എന്ന് പറ. എഫിനും പിൻ്റെ ഇടയിൽ ഞാൻ കൊണ്ട് ഒബ്ജക്റ്റ് വെക്കാൻ പോവാണ്. ഓക്കെ, ഒബ്ജക്റ്റ് വെച്ചു. 2 റേ പിടിക്കുക. 1 റേ പാരലൽ എടുത്തു. ഫോക്കസിലൂടെ പോകുന്നു. ഓക്കെ, ഒരു റേ ഡയഗ്രാമിൽ ഒരു വ്യത്യാസമില്ല കേട്ടോ, അതിൻ്റെ റൂൾസിലൊരു വ്യത്യാസമില്ല. രണ്ടാമത്തെ ഒപ്റ്റിക് സെൻറ്ററിലേക്ക് എടുക്കുന്നു, നേരെ പോകുന്നു. പറയൂ മക്കളെ, 2 പേരും കൂടെ അവിടെ ഒരു റിയൽ ഇമേജ് ഉണ്ടാക്കും? ഒരിക്കലും ഉണ്ടാക്കാൻ പോകുന്നില്ല, കാരണം ഒരിക്കലും മീറ്റ് ചെയ്യില്ല. പക്ഷേ നമ്മൾ അവിടെ നിന്ന് കണ്ണ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയും, അല്ല നമ്മുടെ കണ്ണ് പറയും, അല്ല നമ്മുടെ ബ്രെയിൻ പറയും, ഇവൻ വരുന്നത് ഇവിടെ നിന്നാണ്. ടിഷ്യൂ ഏതാണ്ട്. മറ്റവൻ വരുന്നത് ഇവിടെ നിന്നാണ്. മറ്റവൻ വരുന്നത് ഏതാണ്ട് ഇവിടെ നിന്നാണ്. ഏതാണ്ട് 2 പേരും കൂടെ വരുന്നത് എവിടെ നിന്നാണ്? 2 പേരും കൂടെ വരുന്നത് സാർ ഇവിടുന്നാണ്. 2 പേര് വരുന്നത് ഇതിവിടുന്നാണ്. ഇറ്റ് ഈസ് എ വെർച്വൽ ഇമേജ്. അപ്പം എഫിനും പിൻ്റെ ഇടയിലുള്ള കേസ് ഇതിലും എന്താണ്, ഒരു വെർച്വൽ ഇമേജ് ആണ്. കോൺകേവ് മിററിലും ഒരു വെർച്വൽ ഇമേജ് ആയിരുന്നു, സ്പെഷ്യൽ കേസ് ആയിരുന്നു. ഇവിടെ ഒരു സ്പെഷ്യൽ കേസാണ്. പക്ഷേ ഇവിടെ വെർച്വൽ ഇമേജ് എവിടെയാണ്? ലെഫ്റ്റിലാണ്. ലെൻസിൻ്റെ കേസിൽ റിയൽ ഇമേജ് റൈറ്റിലും, ലെഫ്റ്റിലാണ് വെർച്വൽ ഇമേജ് വരിക. മിററിൻ്റെ കേസിൽ നേരെ തിരിച്ചായിരുന്നു, ലെഫ്റ്റിലാണ് റിയൽ ഇമേജ്, റൈറ്റിലാണ് വെർച്വൽ ഇമേജ്. അത് ആ വ്യത്യാസം ഓർത്തുക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 6 കോൺവെക്സ് ലെൻസിൻ്റെ റേ ഡയഗ്രാം സെറ്റ് ആണോ മക്കളെ? 6 റേ ഡയഗ്രാംസ്. 1 2 3 4 5 6 1 2 3 4 5 6 സെറ്റ് ആണോ? വരച്ച് പഠിക്കണം. ലെൻസിൻ്റെ കേസിൽ, പ്രത്യേകിച്ച് കോൺവെക്സ് ലെൻസിലെ കേസിൽ ഒരു കേസ് പോലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാം ചോദിച്ചിരിക്കും. അറിയില്ലെങ്കിൽ കരയും. പരീക്ഷ ഹാളിൽ ഇരുന്നിട്ട് കാര്യമായിരിക്കണേ, പഠിച്ചു വെച്ചോ. ഓക്കെ, റെഡി? ഇതേപോലെ 2 കേസേ ഉള്ളൂ. ആർക്ക്? കോൺകേവ് ലെൻസിന്. നമ്മുടെ കോൺവെക്സ് മിററിൻ്റെ അതേപോലത്തെ തന്നെയാണ് കോൺകേവ് ലെൻസ്. നമുക്ക് ഇവൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കേസ് എപ്പോഴും ഇൻഫിനിറ്റി പിടിക്കുക. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ നേരെ പിടിക്കുക, പാരലൈറ്റ് പിടിക്കുക. പാരലൈറ്റ് വന്നാൽ ഫോക്കസിലൂടെ പോവോ? ഇങ്ങനെ പോവോ? ഇല്ല. ഇത് കോൺകേവ് ലെൻസ് ആണ്. ഇറ്റ് ഈസ് എ ഡൈവേർജിങ് ലെൻസ്. വിഭ്രംശിപ്പിക്കുന്ന ലെൻസാണ്, കൺവേർജിങ് അല്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഇങ്ങനെ പോവും. പക്ഷെ എവിടെ നിന്ന് വരുന്ന പോലെ പോവും? ഫോക്കസിൽ നിന്ന് വരുന്ന പോലെ തെറിച്ചു പോവും. മറ്റേ കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഓർമ്മയില്ല, അതേപോലെയാണ് കോൺകേവ് ലെൻസിൻ്റെ കേസിലും. ഫോക്കസിൽ നിന്ന് തെറിച്ചു പോകുന്ന രീതിയിൽ അവൻ തെറിച്ചു പോകും. ഓക്കെ, ഫോക്കസിൽ നിന്ന് ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. അതിൽ നിന്ന് തെറിച്ചു പോകുന്ന രീതിയിൽ അവൻ തെറിച്ചു പോകും. അങ്ങനെ തന്നെ വരയ്ക്കാം. ടിഷ്യൂ.
അപ്പോൾ അവിടെ ഇവരൊരിക്കലും റിയൽ ഇമേജ് ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷെ ഇവിടുന്ന് നോക്കുന്ന ഒരാൾ പറയും ഇവൻ വരുന്ന ഇവിടുന്നാണ്, ഇവൻ വരുന്ന ഇവിടുന്നാണ്, രണ്ടുപേരും കൂടെ വരുന്ന ഇവിടുന്നാണ്, രണ്ടുപേരും കൂടെ വരുന്ന ഇവിടെയാണ്. സോ ഇവിടെ എന്ത് ഇമേജ് ഉണ്ടാവും? ഒരു വെർച്വൽ ഇമേജ് ഉണ്ടാവും. വെർച്വൽ ഇമേജ്, മിഥ്യയുള്ള ഇമേജ്, ചെറിയ ഒരു വെർച്വൽ ഇമേജ് ഉണ്ടാവും. ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഫോക്കസിൽ ഇമേജ് വരും, പക്ഷേ ഇറ്റ് ഇസ് എ വെർച്വൽ ഇമേജ്. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് അല്ല. കോൺവെക്സ് മിറർ ആണെങ്കിൽ ലെൻസ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആണ്. കോൺകേവ് മിററും ലെൻസിനും രണ്ടിനും ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവ് ആണ്. ഓക്കെ, അത് അത്രേ ഉള്ളൂ. കോൺകേവ് എന്ന് കേട്ടാൽ നെഗറ്റീവ്, കോൺവെക്സ് എന്ന് കേട്ടാൽ പോസിറ്റീവ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഓക്കെ, റെഡി. ഇനി പറ മക്കളെ, രണ്ടാമത്തെ കേസ് എന്തായിരിക്കും? രണ്ടാമത്തെ കേസ് ഇൻഫിനിറ്റിന് പീൻ്റെ ഇടയിൽ. സാർ അപ്പോൾ 2F ഒന്നും വേണ്ട, വേണ്ട, എല്ലാം സെയിം ആണ്. ഇൻഫിനിറ്റിന് പീൻ്റെ ഇടയിൽ. ഓഹോ, അപ്പോൾ എവിടെ വേണം വരയ്ക്കാൻ പറ്റുമോ? എവിടെ വേണം വരച്ചോ? ഞാൻ ഇവിടെ വരച്ചു. വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാം, എവിടെ വേണം വരയ്ക്കാം, ഒരു കുഴപ്പമില്ല, ഇവിടെ വരയ്ക്കാം. ഇൻഫിനിറ്റിന് പിന്നീട് എവിടെ വേണം വരയ്ക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് ബാക്കോട്ട് വരയ്ക്കാം. ബാക്കോട്ട് വരയ്ക്കുകയാണ് കുറച്ച് സൗകര്യം. ഇവിടെ വരയ്ക്കാം, കുറച്ച് വലിയ ഇമേജ് ആയിക്കോട്ടെ. ഓക്കെ, ഒബ്ജക്റ്റ് വലിയ ഒബ്ജക്റ്റ് പിടിക്കുക. ഫസ്റ്റ് റേ പാരലൈറ്റ് എടുക്കുക. റേ ഡയഗ്രമിൻ്റെ നിയമങ്ങൾക്കൊരു വ്യത്യാസമില്ല. പാരലൈറ്റ് എടുക്കുക. പക്ഷേ ഫോക്കസിലേക്ക് കടത്തി വിടരുത്. ഫോക്കസിൽ നിന്ന് തെറിച്ചു പോകുന്ന പോലെ തോന്നണം. ഓക്കെ, ഫോക്കസിൽ നിന്ന് തെറിച്ചു പോകുന്ന തോന്നുന്ന പറയുമ്പോൾ ഇങ്ങനെ പോകണം, ഇങ്ങനെ ഡൈവേർസ് ചെയ്ത് പോകണം. ഇങ്ങനെ പോട്ടെ, ഇങ്ങനെ. ഓക്കെ, രണ്ടാമത്തെ റേ എങ്ങോട്ട് എടുക്കും? രണ്ടാമത്തെ റേ വീണ്ടും ഒപ്റ്റിക് സെൻറ്ററിലേക്ക് എടുക്കും. ഒപ്റ്റിക് സെൻറ്ററിലേക്ക് എടുത്താൽ ഇവിടെ എന്താണ്? നേരെ പോയിക്കോളും. ഒപ്റ്റിക് സെൻറ്ററിലേക്ക് എടുത്താൽ നേരെ പോയിക്കോളും. ഇനി പറ മക്കളെ, ഇവിടുന്ന് ഈ രണ്ട് റേസ് ഒരിക്കലും മീറ്റ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഇവിടുന്ന് നോക്കുന്ന ഒരാൾ പറയും ഇവൻ വരുന്ന അവിടുന്നാണ്, ഇവൻ വരുന്ന ഇവിടുന്നാണ്, രണ്ടുപേരും കൂടെ വരുന്ന എവിടുന്നാണ്? സാർ, രണ്ടുപേരും കൂടെ വരുന്നത് ഇവിടുന്നാണ്. ദാറ്റ് ഈസ് you will see a virtual image ഇവിടെ. വീണ്ടും വെർച്വൽ ഇമേജ്, ചെറിയ വെർച്വൽ ഇമേജ്. ഓക്കെ, ഇത്രേ ഉള്ളൂ സംഭവം. 8 കേസുകൾ പഠിച്ചു വെക്കുക. 8 കേസുകൾ പഠിച്ചു വെക്കുക, പരിപാടി തീർക്കുക. ഇലക്ട്രിസിറ്റി പോയി പഠിക്കുക, അത്രേ ഉള്ളൂ. എന്താ ഇലക്ട്രിസിറ്റി പോയി? എൻ്റെ ചെറുപ്പത്തിൽ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇലക്ട്രിസിറ്റി പോയിരുന്നു. അതൊക്കെ പോയി വിചാരിച്ച് പഠിക്കാതെ ഇരിക്കുകയായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. പകുതി ദിവസം പഠിക്കണ്ട. ഓക്കെ, റെഡി? സെറ്റാണ് മക്കളെ? അപ്പോൾ 8 കേസ് പഠിച്ചു വെക്കുക. ഏത് വേണം എക്സാമിന് ചോദിക്കാം. ഇവിടെയും സെയിം പരിപാടിയാണ്. ആരാണ് ബിഗ് ഡാഡി? കോൺകേവ് മിററിന് പകരം ഇവിടെ കോൺവെക്സ് ലെൻസാണ് ബിഗ് ഡാഡി. കാരണം കോൺവെക്സ് ലെൻസിന് എല്ലാം പോതും. സ്മോള് പറ്റുമോ? പറ്റും. മീഡിയം അല്ല, സെയിം സൈസ് പറ്റുമോ? സെയിം സൈസ് പറ്റുമോ? പറ്റും. ലാർജും പറ്റുമോ? പറ്റും. എല്ലാം പറ്റും. എന്തിട്ടാലും എന്ത് കൊടുത്താലും വേണ്ടിട്ടോളും. എല്ലാം റിയൽ പറ്റുമോ? വെർച്വൽ പറ്റുമോ? എല്ലാം പറ്റും. കോൺകേവ് ലെൻസ് അവനെല്ലാം പറ്റത്തില്ല. അവൻ ആരെ പോലെയാണ്? കോൺവെക്സ് മിററിനെ പോലെയാണ്. കോൺവെക്സ് മിറർ ആണെന്നല്ല, മിററിനെ പോലെയാണ്. ഇവൻ കോൺകേവ് മിററിനെ പോലെയാണ്. ബിഗ് ഡാഡി ഇവൻ ബിഗ് ഡാഡി. മറ്റവൻ ബിഗ് ഡാഡി എന്നല്ല, മറ്റേ കുഞ്ഞു ഡാഡി. ഇവൻ എന്താ പറ്റുള്ളൂ? എപ്പോഴും വെർച്വലേ പറ്റുള്ളൂ, എപ്പോഴും സ്മോളേ പറ്റുള്ളൂ. സ്മോൾ മാത്രമേ പറ്റുള്ളൂ, വെർച്വൽ മാത്രമേ പറ്റുള്ളൂ. സ്മോൾ ആൻഡ് വെർച്വൽ ഒള്ളി. വെർച്വൽ ആകുമ്പോൾ ഓബ്വിയസ്ലി ഡയറക്റ്റ് ആയിരിക്കും. ഇതും കൂടി ഓർത്ത് വെക്കുക. എന്നുവെച്ചാൽ ചോദ്യങ്ങൾ വരാറില്ല, പക്ഷേ കൂടുതൽ റേ ഡയഗ്രാം ചോദ്യങ്ങളാണ് വരിക. പക്ഷെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ചാപ്റ്ററിലെ ഷോർട്ട് നോട്ട്സ് കഴിഞ്ഞില്ല. റേ ഡയഗ്രാം കഴിഞ്ഞിട്ടുള്ളൂ. റേ ഡയഗ്രാം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഷോർട്ട് നോട്ട്സ് കഴിഞ്ഞില്ല. കാർട്ടീഷ്യൻ കൺവെൻഷൻ നിങ്ങൾക്ക് അറിയാം, അത് വിഷയമുള്ളതായില്ല. ലെൻസ് ഫോർമുല മക്കളെ, മിററിൻ്റെ ഫോർമുലയും ഇവൻ്റെ ഫോർമുലയും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കുക. എന്താണ്? മിററിൻ്റെ കേസിൽ 1/f = 1/v + 1/u ആയിരുന്നു. ലെൻസിൻ്റെ കേസിൽ 1/v f = 1/v തന്നെയാണ്, 1/u തന്നെയാണ്. പക്ഷേ ഇടയിൽ എന്താണ്? -1/u ആണ്. അതേ വ്യത്യാസമുള്ളൂ. അവിടെ 1/v + 1/u, ഇവിടെ 1/v - 1/u. ഓക്കെ, പറയൂ. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഡയറക്റ്റ് ഫോർമുല എന്തായിരിക്കും? uv / u + v ആയിരുന്നു അവിടെ. ഇവിടെ u - v. u + v ആയിരുന്നു മിററിൻ്റെ കേസിൽ. ഇവിടെ u - v. അത്രേ ഉള്ളൂ, വേറൊന്നും അല്ല. ഇത് പലരും തെറ്റ് ചെയ്യാൻ എന്താ അറിയോ? താഴെ v - u എന്നൊക്കെ എഴുതും. അത് തെറ്റാണ്. uv / u - v തന്നെ എഴുതണം. v - u എന്ന് എഴുതിയത് തെറ്റാണ്. u - v തന്നെ എഴുതണം. ഓക്കെ, ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നിഫിക്കേഷൻ എന്താണ്?
മിററിന്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ -v/u ആയിരുന്നു. HI/HO അത് ശരിയാണ്, അത് എല്ലായിടത്തും ഇവിടെ അങ്ങനെ തന്നെയാണ്. പക്ഷേ മിററിന്റെ കേസിൽ -v/u ആയിരുന്നു. ലെൻസിന്റെ കേസിൽ നോക്കിക്കേ വെറും v/u ആണ്, +v/u ആണ്. ഓക്കെ, അപ്പം അവിടെ പ്ലസ് ആയിരുന്നപ്പോൾ ഇവിടെ മൈനസ് ആയി, അവിടെ മൈനസ് ആയിരുന്നപ്പോൾ ഇവിടെ പ്ലസ് ആയി, അത്രേ ഉള്ളൂ. ഫോർമുല റെഡിയാണ് മക്കളെ, ഫോർമുല റെഡിയാണ്. ഓക്കെ, ഇനി പവറിൻ്റെ ഇക്വേഷൻ പറ. ഒരു ലെൻസിന് പവറുണ്ട്. പവറിൻ്റെ ഇക്വേഷൻ മക്കളെ, ഇറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. 1/4 ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത് നിങ്ങൾ മീറ്ററിലിട്ട് കൊടുത്താൽ പവർ എന്തിലാണ് വരിക? പവർ ഡയോപ്റ്ററിലാണ് വരിക. പവറിൻ്റെ SI യൂണിറ്റ് അല്ലെ പവറിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ പറയണം ഡയോപ്റ്ററേ എന്ന് പറയണം. ഡയോപ്റ്ററിൻ്റെ സിമ്പിൾ മക്കളെ ക്യാപിറ്റൽ D ആണ്. ഡയോപ്റ്റർ സെറ്റാണ്, ബുദ്ധിമുട്ടില്ലേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്? ഓക്കെ, ഫോക്കൽ ലെങ്ത് മീറ്ററിലിട്ടാൽ പവർ ഡയോപ്റ്ററിലാണ് കിട്ടുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക.